Hi friends, welcome to Sakshi Kitchen. ഇനി ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അരി ഉഴുന്നുമൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോകുന്ന സമയത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയത് ചേർക്കാം. ഇത് ഞാൻ 1/4 കപ്പോളം തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. അതും കൂടി ചേർക്കാം. പിന്നെ ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ചൂട് കൂടിയ വെള്ളം ഒഴിക്കരുത്, അതുപോലെ തണുത്ത വെള്ളം ഒഴിക്കരുത്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഞാൻ ഇച്ചിരി കട്ടിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിന്റെ പരുവത്തിൽ നമുക്ക് ആക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പം ഒരു വശം ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. അപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.